ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു അടിപൊളി ചിക്കൻ കറി റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഒരു 3 മീഡിയം വലിപ്പമുള്ള ഉള്ളിയാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ അത് ഇതേപോലെ കൈകൊണ്ടൊന്ന് വേർപെടുത്തി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉള്ളി വഴറ്റുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളീൻ്റെ കളറ് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഉള്ളീൻ്റെ കളറ് ചെറിയൊരു മാറ്റം വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി കൂടി ചേർത്തതിന് ശേഷം അതും കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. അതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടീൻ്റെ അളവൊക്കെ കുറച്ചത് കാരണം ഞാൻ ചിക്കനിൽ മുളക് പൊടിയും ചിക്കൻ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടത്. അതുകൊണ്ട് ഇതിൽ മുളക് പൊടീൻ്റെ അളവ് കുറച്ചത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോവാതെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, പൊടികൾ ഞാൻ ചിക്കനിലും കൂടി ചേർത്ത് വെച്ചിരുന്നു. അപ്പോൾ ചിക്കൻ കൂടി ചേർത്തിട്ട് മസാലയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കുക. വെള്ളം ചേർത്തതിന് ശേഷം അതിലേക്ക് എരിവിന് ആവശ്യമായി കുരുമുളക് പൊടി ഞാൻ ഇടാൻ മറന്നു പോയിട്ടുണ്ട്. കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇനി ചിക്കൻ കറി ഒന്ന് നന്നായി തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് പകുതി ചെറുനാരങ്ങേൻ്റെ നീര് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത് ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടും. ചെറുനാരങ്ങ നീര് ഒഴിച്ചാൽ, അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ചെറുനാരങ്ങ നീരൊക്കെ ഒന്ന് ഒഴിച്ച് നോക്കൂ. ഇനിയിപ്പോൾ കറി നന്നായി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഈ കറി ഒന്ന് താളിച്ചെടുക്കണം. ഒരു 2-3 അല്ലി ചെറിയ ഉള്ളിയിലും വറ്റൽ മുളകിലും ഒന്ന് താളിച്ചെടുക്കുക. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.